പ്രിയങ്കര പ്രിയപ്പെട്ടവൻ, ജനങ്ങളുടെ കണ്ണിലുണ്ണി, പൊന്നോമന പുത്രൻ ശ്രീ അസർ വിനോദ് സാഹിബ് വീട്ടിലേക്ക് വരാൻ തുടങ്ങുന്ന സമയത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ പേര് വന്ന് എന്നെ അനുമോദിക്കുകയുണ്ടായി. അതിൽ നിന്നും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ എൻ്റെ ആ പ്രവൃത്തിയെ അംഗീകരിച്ചു എന്നുള്ളതിനും അവരുടെ സ്നേഹത്തിനും എല്ലാം പാത്രമായി എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. ഒരു ജനകീയ മുഖമായിരുന്നു പോലീസിലേത് ശ്രീ ഷുക്കൂറിൻ്റെത്. കാരണം അവൻ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു. കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കുമെന്ന തെരുവോരങ്ങളിൽ മുദ്രാവാക്യം മുഴക്കുന്നവർ അസർ ഇബ്നു മിർ സാഹിബ് എന്ന സബ് ഇൻസ്പെക്ടറെ അറിയാതെ പോകില്ല. കാരണം കാക്കിക്കുള്ളിലെ ഒരു പോലീസുകാരൻ മാത്രമായിരുന്നില്ല, അത്രമേൽ മനുഷ്യസ്നേഹി കൂടിയായിരുന്നു അസർ ഇബ്നു മിർ സാഹിബ്. കഴിഞ്ഞ 31 വർഷക്കാലമായി കാക്കി അണിയുന്ന ഈ ഉദ്യോഗസ്ഥനെ പോലീസിലെ നന്മ മരമെന്നു തന്നെ വിശേഷിപ്പിക്കാം. ഞങ്ങളൊക്കെ ഷുക്കൂർ എന്ന ഓമന പേരിൽ വിളിക്കുന്ന അസർ ഇബ്നു മിർ സാഹിബ് ഇന്ന് റിട്ടയർ ചെയ്യുകയാണ്. നമ്മളൊക്കെ പോലീസിനെ സംബന്ധിച്ച് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ, ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ജനമൈത്രി പോലീസ് എന്നതിൻ്റെ പര്യായമായിരുന്നു ശ്രീ ഷുക്കൂർ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സർവീസിലുടനീളം അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ ഏറിയ പങ്കും സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. പോലീസിലെ കരുണയുടെ മുഖം അത് മറ്റു പോലീസുകാർ കൂടി മാതൃകാപരമായി ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന കാര്യമാണ്. ശ്രീ ഷുക്കൂറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആശംസിക്കുന്നു. തന്റെ 31 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം കേരള പോലീസിൽ നിന്നും വിരമിച്ച അസറിന് സഹപ്രവർത്തകർ നൽകിയ യാത്രയയപ്പിലും നുണയുന്നുണ്ടായിരുന്നു. അസർ തന്റെ ജോലിയോട് കാണിച്ച ആത്മാർത്ഥതയുടെ ഇരട്ടി മധുരം. സർവീസിലിരിക്കെ സ്വന്തം പോക്കറ്റിൽ നിന്നും ക്യാഷ് മുടക്കിയാണ് ഈ പോലീസുകാരൻ നാടിനും നാട്ടുകാർക്കും തുണയായതും അഭിമാനമായതുമൊക്കെ. നമ്മൾ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. അതിന്റെ നഷ്ടം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വളരെ വലുതാണ്. ഞാനില്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ദയവായിരുന്നു. കൂടുതലായിട്ട് പറഞ്ഞ ഒരു നല്ല സർവീസ് അനന്തര ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൊറോണ കാലത്ത് സാധാരണക്കാർക്ക് ആശ്വാസമായതും ഇൻഷുറൻസ് അടയ്ക്കാതെ ഓട്ടോറിക്ഷകൾ റോഡിലിറക്കാൻ കഴിയാതെ വന്ന ഡ്രൈവർമാർക്ക് ഇൻഷുറൻസ് തുക അടച്ചു നൽകിയതും റോഡിലെ കുഴിയടയ്ക്കാൻ JCB എത്തിച്ചതിനുമൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്നുമാണ് അസർ പണം കണ്ടെത്തിയതും. രാത്രികാലങ്ങളിലും ഹർത്താൽ ദിനങ്ങളിലുമൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന യാത്രക്കാരെ സുരക്ഷിതമായി യഥാസ്ഥാനങ്ങളിൽ എത്തിക്കുവാനും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സമയം കണ്ടെത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ള ഒരു പ്രധാന കാര്യം സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവാക്കി ജനങ്ങളുടെ സേവനം പ്രധാനം എന്നുള്ളതും അദ്ദേഹത്തിന് യൂണിഫോമിനോട് കാണിക്കുന്ന ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ സർവീസിലിരിക്കെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുവാൻ സാധിച്ചു. അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു പ്രചോദനവും മാതൃകയുമാണ്. കൃത്യമായി ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ നിലപാടുള്ള ആളായിരുന്നു അസർ വിനോദ് സാഹിബ്. മഞ്ചളൂർ ദാറുൽ ഇസ്ലാം കുടുംബത്തിലെ 8 മക്കളിൽ 8ാമത്തെ ഷുക്കൂർ എന്നറിയപ്പെടുന്ന പുത്രനാണ് അസ്ഹർ ഇബ്നു മിർ സാഹിബ്. ഇന്ന് സർവീസിൽ നിന്നും 31 വർഷത്തെ സേവനത്തിന് ശേഷം പിരിഞ്ഞിരിക്കുകയാണ്. അവൻ്റെ സഹപ്രവർത്തകരും ബന്ധുക്കളും എല്ലാം റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ പങ്കെടുത്തു. എല്ലാവരും വന്ന് പങ്കെടുത്തതിലും സഹകരിച്ചതിലും വളരെയധികം സന്തോഷം. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലെത്തി ബസ് യാത്രക്കാർക്ക് കടുത്ത ചൂടിൽ കുടിവെള്ളം സൗജന്യമായി നൽകിയും അസർ കയ്യടി നേടിയിരുന്നു. അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് അസർ കേരള പോലീസിൽ നിന്നും പടിയിറങ്ങുന്നത്. പോലീസ് എന്ന് കേട്ടാൽ മുട്ടിടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു മലയാളികൾക്ക്. ആ പോലീസിനെ ജനമൈത്രി പോലീസ് എന്ന് പേര് വിളിച്ചെങ്കിലും അസറിനോളം ഒരു ജനമൈത്രി പോലീസും ഉയർന്നിട്ടില്ല എന്ന് നിസ്സംശയം പറഞ്ഞു വയ്ക്കാം.
വീട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ടവനാണ് മഞ്ചള്ളൂർ ദാറുൽ ഇസ്ലാമിൽ ഷുക്കൂർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അസർ ഇബ്നു മിർ സാഹിബ്. കേരള പോലീസിൽ നാം കേട്ടുമെടുത്ത കഥകളല്ലായിരുന്നു അസറിൻ്റേത്. കേരള പോലീസിനെ കുറിച്ച് ചോദിച്ചാൽ ഉദാത്ത മാതൃകയായി അസറിനെ ഉയർത്തിക്കാട്ടാമെന്നതും എടുത്തു പറയേണ്ടതാണ്. തന്റെ ശിഷ്ടകാലം ഇനി സ്വന്തം നാട്ടിൽ സഹായഹസ്തം നീട്ടാൻ തന്നെയാണ് അസറിന്റെ തീരുമാനവും. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഈ അവസരത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതിലുള്ള ഒരു അഭിമാനം, ഒരു സംതൃപ്തി മനസ്സിലുണ്ട്. ഞാനിരുന്ന സ്റ്റേഷൻ പരിധികളിലുള്ള ജനങ്ങളെല്ലാം ഒരു പരിധിവരെ അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സേവനമനുഷ്ഠിക്കാനും പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇനി എൻ്റെ ജന്മനാട്ടിൽ അതുപോലുള്ള സേവനങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അപ്പം അവരോടുള്ള ഒരു കടപ്പാട്, പൊതുജനങ്ങളോടുള്ള ഒരു പബ്ലിക് സെർവൻ്റ് എന്നുള്ള നിലയിൽ അവരോടുള്ള കടപ്പാട് നിറവേറ്റിയിട്ടുണ്ട്. സഹപ്രവർത്തകരൊക്കെ എനിക്ക് പൂർണ്ണമായ സപ്പോർട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും എൻ്റെ എല്ലാ നല്ല പ്രവൃത്തികളിലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തന്റെ ശിഷ്ടകാലം ഇനി സ്വന്തം നാട്ടിൽ സഹായഹസ്തം നീട്ടാൻ തന്നെയാണ് അസറിന്റെ തുടർന്നുള്ള തീരുമാനവും. അങ്ങനെ കേരള പോലീസിൽ നിന്നും നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷുക്കൂർ വിടവാങ്ങുമ്പോൾ പോലീസിന്റെ ചരിത്രത്താളുകളിൽ അസ്ഹറിന്റെ നന്മമരം പൂത്തുകൊണ്ടേയിരിക്കും. നാളകളിലെ വസന്തകാലത്തെ നോക്കി. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.